നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റൈഡ് ഹെയിലിംഗ് ആപ്ലിക്കേഷൻസിന്റെ പ്രശ്നങ്ങളെ കുറിച്ചാണ്. റൈഡ് ഹെയിലിംഗ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഉബർ, ഓല, പിന്നെ റാപ്പിഡോ എന്നിവ ആപ്ലിക്കേഷൻസ് ആണ്. നിങ്ങൾക്ക് റൈഡ് ഹെയിലിംഗ് ആപ്ലിക്കേഷൻസ് എന്താ ചെയ്യണത് എന്നറിയില്ലെങ്കിൽ ഇത്രേ ഉള്ളൂ. പൊതുവെ എല്ലാവർക്കും അറിയാം. ബേസിക്കലി എന്തുട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരു പോയിന്റിൽ നിന്ന് ഒരു വ്യക്തിനെ വേറെ പോയിന്റിലേക്ക് എത്തിച്ചു കൊടുക്കും. അതിന് അവർക്ക് ഒരു സർവീസ് ഉണ്ടാവും, ഒരു ടാക്സി സർവീസ്. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രൈവർ ഉണ്ടാവും. ആ ഡ്രൈവർ ഒരു റൈഡറിനെ ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് എത്തിച്ചു കൊടുക്കും. അതിൽ നിന്ന് ഈ റൈഡ് ഹെയിലിംഗ് ആപ്ലിക്കേഷന് കാശ് കിട്ടും. ഒരു സർവീസ് ഫീ, കമ്മീഷൻ എന്നിവ പറഞ്ഞിട്ട് പല കാശും അവർക്ക് കിട്ടും. മീൻസ് അവർക്ക് മണി കിട്ടും. ബേസിക്കലി അത് അവർ ഇമ്പോസ് ചെയ്യണം ഈ ഡ്രൈവറിന്റെ മേത്തും പിന്നെ റൈഡറിന്റെ മേത്തും. ബേസിക്കലി മനസ്സിലായി. ഡ്രൈവറിന് കമ്മീഷൻ ഉണ്ടാവും, സർവീസ് ചാർജ് ഒക്കെ ഉണ്ടാവും, അതും റൈഡറിന് ലാഷ് ഒക്കെ ഉണ്ടാവും. ബേസിക്കലി ഇവിടെ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉബർ, ഓല എന്നിവ ആപ്ലിക്കേഷൻസ് നല്ല രീതിയിൽ കമ്മീഷൻ എടുക്കുന്നുണ്ട്. ആദ്യ കാലത്ത് അത്ര എടുത്തിരുന്നില്ല. അവര് 10-15% എടുത്തിരുന്നുള്ളൂ. അന്ന് അവർക്ക് വലിയ റീച്ച് ഉണ്ടായിരുന്നില്ല, മാർക്കറ്റ് റീച്ച്. പിന്നെ മാർക്കറ്റ് ഷെയർ അത്ര ഉണ്ടായിരുന്നില്ല. തുടക്കം കുറിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് അവർ പ്രൊമോഷണൽ വർക്കിനൊക്കെ വേണ്ടിയിട്ട്, മീൻസ് മാർക്കറ്റിങ്ങിന് വേണ്ടി കണ്ടമാനം കാശ് ചെലവാക്കി. പിന്നെ റേറ്റ് ഒക്കെ കുറച്ച് വെച്ചു. കമ്മീഷൻ റേറ്റും പല റേറ്റുകളും കുറച്ച് വെച്ചു. പരമാവധി മാർക്കറ്റ് ഷെയർ പിടിച്ചിറക്കി. പിന്നീട് കൊള്ളടി തുടങ്ങി. 20-25% കൊള്ളടി എന്ന് പറയാൻ പറ്റില്ല. അവർ മാർക്കറ്റ് ഷെയർ കീഴടക്കിയപ്പോൾ അവർക്ക് കണ്ടമാനം പവർ കിട്ടി മാർക്കറ്റിന്റെ മുകളിൽ. അപ്പോൾ അവർക്ക് പ്രോഫിറ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ കിട്ടി. പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കം കുറിക്കുമ്പോൾ ആരും അത് ഉപയോഗിക്കില്ലാത്ത കാരണം കൊണ്ട് അവർക്ക് പ്രോഫിറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നെ അവർക്ക് ബ്രാൻഡ് ഉണ്ടായിരുന്നില്ല ഈ ജനങ്ങളുടെ ഇടയിൽ. ബേസിക്കലി ഈ ആപ്പ് ഉപയോഗിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ, ഈ മാർക്കറ്റിന്റെ ഇടയിൽ. അപ്പോൾ അവർ ആദ്യകാലത്ത് നഷ്ടക്കച്ചവടത്തിലൊക്കെ ഓടിയിട്ടുണ്ടാവും. മീൻസ് കണ്ടമാനം കാശ് ചെലവാക്കിയിട്ടുണ്ടാവും ഈ കാര്യത്തിനൊക്കെ. പിന്നീട് അവർ പ്രോഫിറ്റ് ചെയ്യാൻ വേണ്ടി വില കൂട്ടിയിട്ടുണ്ടാവും. പിന്നെ പ്രോഫിറ്റ് ചെയ്ത് കയറല്ലേ. കാരണം മാർക്കറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് കുറവാണ്. ആകെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് എനിക്ക് തോന്നുന്നത് ഉബർ, ഓലയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ബേസിക്കലി ഇപ്പൊ മാർക്കറ്റ് ഒരു വിധം കവർ ചെയ്തു. മനസ്സിലായി. എല്ലാവരും ഈ ആപ്ലിക്കേഷനുകളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ റാപ്പിഡോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ കയറി വന്നിട്ട് അവര് കുറച്ചും കൂടി മികച്ച ആപ്ലിക്കേഷൻ ആണ് എനിക്ക് തോന്നുന്നത്. ബേസിക്കലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് റേറ്റ് കുറവാണ്. അവർ കൂടുതൽ ഡ്രൈവറിന് കൂടുതൽ കമ്മീഷനൊക്കെ കുറച്ച് വയ്ക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ അവരുടെ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് മോഡലാണ് ഞാൻ കേട്ടേക്കുന്നത്. മീൻസ് ഓട്ടോറിക്ഷ ഡ്രൈവറിന്റെ ഇടയിലൊക്കെ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് മോഡലാണ് ഞാൻ കേട്ടേക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു സബ്സ്ക്രിപ്ഷനെ ചോദിക്കുന്നുള്ളൂ ഡ്രൈവറിന്റെ അടുത്തുനിന്ന്, ഈ ഓട്ടോ ഡ്രൈവേഴ്സിന്റെ അടുത്തുനിന്ന്. അപ്പം കമ്മീഷൻ ഇല്ല. അവർക്ക് കൂടുതൽ കാശ് റിട്ടേൺ ചെയ്യാൻ പറ്റും. ഷുബർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് മോഡൽ അവർ കൊണ്ടുവരുന്നുണ്ട്. അത് പക്ഷേ ഡ്രൈവറിൽ എത്തിയില്ല. മീൻസ് ടാക്സി ഡ്രൈവേഴ്സിന്റെ അടുത്തെത്തില്ല, കാർ ഓടിക്കുന്ന ഡ്രൈവേഴ്സിന്റെ അടുത്തും പിന്നെ അതിന്റെ മുകളിലത്തെ ആൾക്കാർ, കുറച്ചും കൂടി പ്രീമിയം കാശ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എത്തിയിട്ടില്ല. അവര് ടാക്സി ഡ്രൈവേഴ്സിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മനസ്സിലായ. പിന്നെ വേറെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാപ്പിഡോയിൽ ഞാൻ കണ്ടെത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ UPI ക്യാഷ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. മുമ്പ് സിമ്പിൾ പേയും പിന്നെ പേ ലേറ്റർ ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിരുന്നു, ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാൻ പറ്റിയിരുന്നു. റാപ്പിഡോയില് അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഉപയോഗിക്കാൻ പറ്റിയിരുന്നു, ഒരു ഓപ്ഷനാലിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റിയിരുന്നില്ല. ബേസിക്കലി ആകെ ഉപയോഗിക്കാൻ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ UPI അല്ലെങ്കിൽ ക്യാഷ്, ഇത് രണ്ടും മാത്രം അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയിരുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അവിടെ ഉണ്ടെന്ന് പറയാം. അവിടെ ഫങ്ഷനാലിറ്റീസ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റിയിരുന്നില്ല. മനസ്സിലായ. ചിലപ്പോൾ വേറെ സ്ഥലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിരുന്നുണ്ടാവും. എനിക്ക് ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതായിരിക്കും. ബേസിക്കലി എന്റെ പ്രദേശത്ത് അതായിരിക്കും സത്യം ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവര് ബേസിക്കലി ഈ UPI ക്യാഷാണ് ഉപയോഗിക്കുന്നത്. ഈ ഡ്രൈവറും റൈഡറും തമ്മിലുള്ള ബന്ധമാണ് അവിടെ നിലനിൽക്കുന്നുള്ളൂ. ബേസിക്കലി ഇവർ നേരത്തെ തന്നെ തീരുമാനിക്കും, എന്നിട്ട് എഗ്രി ചെയ്തിട്ട് അവർ കൊടുക്കും. ഉബറിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. റൈഡറുടെ കാര്യത്തിൽ ഉബർ ആണ് നിശ്ചയിക്കുന്നത്. പിന്നെ ഡ്രൈവറുടെ കാര്യത്തിലും ഉബറാണ് നിശ്ചയിക്കുന്നത്. ഉബറാണ് പ്രൈസ് നിശ്ചയിക്കുന്നത്, മാർക്കറ്റ്സ് അല്ല. അതുപോലെ തന്നെ ഓലയും. മനസ്സിലായ. ഇപ്പൊ അത്രയും മാർക്കറ്റ് സാച്ചുറേഷൻ വന്ന കാരണം പിന്നെ മാർക്കറ്റ് ഇവർക്ക് കീഴടക്കിയ കാരണം വലിയ കമ്മീഷനാണ് വാങ്ങുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ഇല്ലാത്ത കാരണം കൊണ്ട് അവർ പതുക്കെ കാശ് കയറ്റിക്കൊണ്ടിട്ടുണ്ട്. അത് ഡ്രൈവറിനെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ചെറിയ ഡ്രൈവറിന് 20-23% കമ്മീഷൻ കൊടുക്കണം. മനസ്സിലായോ. പിന്നെ ടാക്സും ഇതൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ 30% എത്താം. അപ്പോൾ വലിയൊരു കമ്മീഷൻ അവിടേക്ക് പോയി. ഇപ്പം 500 രൂപ എടുത്താണെങ്കിൽ 300 രൂപ അവരുടെ കയ്യിലെത്താനുള്ള സാധ്യതയുണ്ട്. 200 രൂപ കയ്യിലുണ്ടാവും പെട്രോൾ കാശ് കൂട്ടാണ്ട്. പക്ഷെ എന്തായാലും ശരി, ഉബർ മോശമാണെന്ന് ഞാൻ പറയണില്ല. കാരണം വെച്ചാൽ ഇങ്ങനെ ചിലവർ 1 ലക്ഷം രൂപയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഉബറിൽ, മീൻസ് റവന്യൂ. പിന്നെ ഇതൊക്കെ കുറച്ചിട്ട് ഈ ടാക്സും മറ്റേതൊക്കെ കുറച്ച് കമ്മീഷനും സർവീസ് ഫീ ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാശ് കിട്ടായിരിക്കും അവർക്ക്. 10-60,000-20,000 ഒക്കെ ചിലപ്പോൾ കയ്യിൽ കിട്ടിയെന്ന് വരാം. ബേസിക്കലി പെട്രോളൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 60,000 രൂപ കിട്ടിയെന്ന് വരാം. നല്ല കാശാണ് അവർക്ക്, അവരെ സംബന്ധിച്ചിട്ട്.
അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ മോശം ഞാൻ പറയണില്ല, അവർ കണ്ടമാനം കാശുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇവർക്കൊക്കെ, മനസ്സിലായി. പക്ഷേ ഒരു ലെവല് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോണപ്പൊളി ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പോഴും മോണപ്പൊളി എന്നല്ല ഊബറും ഓലയും ബേസിക്കലി റീസണബിൾ ആയിട്ടുള്ള റേറ്റിനെ ഇപ്പോഴും കൊടുക്കുന്നത് ഇപ്പോഴും. പക്ഷെ എന്നാലും കുറച്ചും കൂടി കൂടി വരുന്നുണ്ട് എന്നുള്ളൊരു സംശയമുണ്ട്, മനസ്സിലായി. പക്ഷെ ഒളിഗോപോളി ആവാനുള്ള സാധ്യതകളുണ്ട്. ഒളിഗോപോളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓലയും ഊബറും പിന്നെ റാപ്പിഡോ ഒക്കെ ഒരുമിച്ച് സഹകരിച്ചിട്ടൊരു പ്രൈസ് ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്, മനസ്സിലായി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ കൂടിയിട്ട് ഒരു പ്രൈസ്, ഒരു കൊല്യൂഷൻ കാരണം കൊണ്ട് പ്രൈസ് ഡിക്റ്റേറ്റ് ചെയ്യും. ഇത് ഓപ്പോസിറ്റും സാധ്യതയുണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവേഴ്സ് കൂടിയിട്ട് കൊളൂഡ് ചെയ്തിട്ടുള്ള പ്രൈസ് ഫിക്സേഷൻ ഉണ്ടാവും ബേസിക്കലി യൂണിയനും കൂടിയിട്ട്. അതും സത്യമാണ്. ബേസിക്കലി അത്ര വലിയ പ്രാക്ടീസുകളിൽ മോശം പ്രാക്ടീസുകളിലൊക്കെ നടക്കുകയാണെങ്കിൽ അവരെല്ലാവരും കൊളൂഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതിന്റെ ഫൈൻ ബാലൻസ് എപ്പോഴും അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അടിയാവും ബേസിക്കലി. ഞാൻ പറഞ്ഞു വരുന്നുണ്ടെങ്കിൽ ഊബർ ഉപയോഗിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഓല ഉപയോഗിക്കുന്ന ആൾക്കാർ ബേസിക്കലി ഓലയെ കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ കൊച്ചിയിലാണ്, അപ്പൊ ഊബറിന്റെ കാര്യം എനിക്ക് കൂടുതൽ അറിയാം. ഊബറാണ് ഉപയോഗിച്ച് ഊബറാണ് ഞാൻ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഊബറിന്റെ കാര്യത്തിൽ ഡ്രൈവർമാർക്ക് വിഷമമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഊബർ ആപ്പ് ഒന്ന് ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ 1500 കൊടുക്കണം ബേസിക്കലി, ഡെയിലി ഓണാക്കി വെക്കുകയാണെങ്കിൽ. പിന്നെ വേറെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയുള്ളൂ, അവർ വലിയ കമ്മീഷൻ വാങ്ങുന്നുണ്ട്. അപ്പൊ അവർക്ക് മുതലാവണില്ല. പലരും ഇപ്പൊ കൊച്ചിയിലാണെങ്കിൽ പലരും കൊല്ലം, കണ്ണൂര്, മലപ്പുറം എന്നിവ സ്ഥലത്തു നിന്നൊക്കെ വന്നിട്ട് കൊച്ചിയിൽ വന്നിട്ട് ഊബർ ടാക്സി ഡ്രൈവിംഗ് നടത്തണം. മീൻസ് അവരെങ്ങനെ നടത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് റെന്റിന് ഒരു വീട് എടുക്കും. ഒരു 3-4 പേരൊക്കെ കൂടിയിട്ട് കൂട്ടുകാരൊക്കെ ആയിട്ട് വന്നിട്ട് 2-3-4 പേരൊക്കെ ഇട്ട് റെന്റ് ഒരു 14 രൂപയ്ക്ക് വീട് എടുക്കും. എന്നിട്ട് വിധിക്കും 2000-3000 ഒക്കെ വെച്ചിട്ട് ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ നടന്നു പോകും. അപ്പോൾ അവർ കാറൊക്കെ ഉണ്ടാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കടമെടുത്ത് വാങ്ങിയ കാറായിരിക്കാം. 6 ലക്ഷം 10 ലക്ഷം രൂപയ്ക്കൊക്കെ വാങ്ങിയ കാറായിരിക്കാം. മിനിമം ഒരു നല്ല കാറ് 10 ലക്ഷം, 6 to 10 ലക്ഷം രൂപ വരും മിനിമം നല്ലൊരു കാറ്. അപ്പൊ ഈ കാറ് എടുത്തിട്ട് അവർ ഈ റൈഡ് ഹെയിലിംഗ് ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചിട്ട് കാശുണ്ടാക്കാനും നോക്കണം, മീൻസ് ഡ്രൈവറായിട്ട്. അപ്പൊ ഇവരെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു തുക ഇതിന് പോകുമ്പോ പിന്നെ റെന്റിന്റെ കാശൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു കാശായി പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുതലാവണമെന്നില്ല, മനസ്സിലായി. അതുകൊണ്ട് ചിലപ്പോൾ നിർത്തിപ്പോയിട്ട് ഫോറിനിക്കൊക്കെ പോകേണ്ട ആവശ്യം വരും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന കാശ് കിട്ടണില്ല, മനസ്സിലായി. കാരണം കമ്മീഷനായിട്ട് പോണ കാരണം കൊണ്ട്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൾട്ടർനേറ്റീവ്സ് ഇല്ലാത്തത് കൊണ്ട്. ആൾട്ടർനേറ്റീവ്സ് എന്ന് വെച്ചാൽ ഗവൺമെന്റ് ആപ്ലിക്കേഷൻ ഉണ്ട്. ഗവൺമെന്റ് ആപ്ലിക്കേഷൻ എന്ന യാത്ര ചെയ്യുന്നതാണ് ആപ്ലിക്കേഷൻ്റെ ഒരു ഗവൺമെന്റ് ആപ്ലിക്കേഷൻ. അത്യാവശ്യം നല്ല ആപ്ലിക്കേഷനാണ്. പക്ഷെ പ്രൊമോഷനിൽ വർക്കില്ല. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് എല്ലായിടത്തും എത്താത്തതെന്ന്. അല്ലെങ്കിൽ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഊബറും ഓലയും അല്ലെങ്കിൽ ഇങ്ങനത്തെ കമ്പനികൾ, റാപ്പിഡോ പോലത്തെ കമ്പനികൾ അവരെല്ലാവരും കൂടിയിട്ട് ജോബിങ് വർക്ക് നടത്തണ്ടോ, മീൻസ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് കൈക്കൂലി കൊടുക്കേ, ഇതില് അവരെ സ്വാധീനിക്കണ്ടോ എനിക്കറിയില്ല. അങ്ങനെയൊക്കെ കാരണം കൊണ്ടായിരിക്കും അതിന്റെ പ്രൊമോഷൻ ഇവർക്ക് ഡിലേ ആവണത്, മനസ്സിലായി. പക്ഷെ അവർക്ക് മനസ്സിലായി, ഊബറിനൊക്കെ മനസ്സിലായിട്ടുണ്ട് ബേസിക്കലി ഈ മോഡല് അധികാരം ഇവിടെ ഓടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബഹളം വയ്ക്കുന്നു. ബേസിക്കലി യൂണിയൻകാർ ബഹളം വയ്ക്കും. പിന്നെ ഗവൺമെന്റ് വലിയ താല്പര്യമില്ല, ഊബറിനോട് വലിയ താല്പര്യമില്ല. അപ്പൊ അവര് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ റാപ്പിഡോ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് മോഡൽ കൊണ്ടുവന്നപ്പോൾ റാപ്പിഡോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷനാണ്, റൈഡ് ഹെയിലിംഗ് ആപ്ലിക്കേഷനാണ്. അവര് ഇങ്ങനത്തെ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് മോഡൽ ഓട്ടോ ഡ്രൈവേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ ആപ്ലിക്കേഷൻ ശ്രദ്ധിച്ചിട്ടുണ്ട് റാപ്പിഡോയിൽ എല്ലാവരും UPI ക്യാഷാണ്, കൺവീനിയൻസ് ഇല്ല. അത് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ബേസിക്കലി. മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് കൂടുതൽ സൗകര്യങ്ങളുണ്ട്, പെട്ടെന്ന് നീങ്ങാൻ. അങ്ങനത്തെ ഒരു സൗകര്യം ഇല്ല റാപ്പിഡോയില്. പക്ഷെ ഊബറിൽ അങ്ങനത്തെ സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഊബർ ഇപ്പൊ പതുക്കെ അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലായി. എല്ലാതും ഇവർ തമ്മിൽ തീരുമാനിക്കും, ഇത് റൈഡറും ഡ്രൈവറും തമ്മിലുള്ള. ഇതിന്റെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈനലൈസ് ചെയ്യണത് പ്രൈസ് എഗ്രിമെന്റ് ഫൈനലൈസ് ചെയ്യുന്നത് റൈഡറും ഡ്രൈവറും തമ്മിലാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്തതിന് ശേഷം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉപകാരമില്ല. ടാക്സി പിടിക്കുന്ന പോലെ തന്നെ ഒരു പരിപാടി അത്. ഈ ആപ്ലിക്കേഷന്റെ ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പേരെ കണക്ട് ചെയ്യൽ മാത്രമാണ് ബേസിക്കലി. പിന്നീട് പ്രൈസ് ഒക്കെ തീരുമാനിക്കുന്നത് റൈഡറും ഡ്രൈവറാണ്, കൺസ്യൂമറും ഡ്രൈവറാണ്. അതെന്തൊരു ഉപകാരം. ശരിക്കും നമ്മൾ ഊബർ ഉപയോഗിക്കുന്നത് തന്നെ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ്. പൊതുവെ നമ്മൾ ഞെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡ്രൈവറും റൈഡറും തമ്മിലുള്ള ഒരു ഡൈനാമിക് പ്രൈസിങ് സിസ്റ്റം വഴി ഒരു പ്രൈസ് തീരുമാനിക്കും. എന്നിട്ട് നമ്മൾ ഓടും. ബേസിക്കലി ഊബർ ആ ഡ്രൈവർ നമ്മുടെ അടുത്തേക്ക് വരും, നമ്മൾ പോകും. അവർ രണ്ടുപേരും ഒരു പ്രൈസിനെ കുറിച്ച് യാതൊരു ഇന്റർവെൻഷനും ഇല്ല. ബേസിക്കലി അവര് തീരുമാനിക്കുന്നില്ല, അത് ഊബർ തീരുമാനിക്കും, മനസ്സിലായ. പിന്നെ ഇപ്പൊ അത് പിന്നോട്ട് പോവാണ് ഊബർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഊബറല്ല എല്ലാവരും പിന്നോട്ട് പോകുന്നുണ്ട്. ഓല അതുപോലെ നീങ്ങും തോന്നുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ രണ്ടുപേരും പ്രൈസ് തീരുമാനിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവർ നമ്മുടെ അടുത്ത് എത്തിയിട്ട് തീരുമാനിക്കാന്ന് പറഞ്ഞാൽ പ്രാകൃത രീതിയാണ്. നമ്മൾക്കൊരു ഡൈനാമിക് പ്രൈസിങ് സിസ്റ്റം വേണം. പക്ഷെ അത് മാർക്കറ്റ്സിന്റെ ബേസിസ് ആണെങ്കിൽ അടിപൊളിയാവും. കാരണം വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് ഇപ്പൊ ഞാൻ ഒരു ഡ്രൈവറിനേക്ക് ആവശ്യമുണ്ട്. നമ്മൾ
ഇന്ന ലൊക്കേഷൻ കൊടുക്കുകയാണ്, ഡ്രൈവർ വരാണ്. ബേസിക്കലി ഡ്രൈവർ വരണേക്കാട്ടും മുമ്പ് ഞാൻ ഒരു 2 പോയിന്റ് കൊടുക്കുകയാണ് ബേസിക്കലി. അപ്പോൾ 2 പോയിന്റ്, ഒരു പോയിന്റ് ഞാൻ നിൽക്കുന്ന പോയിന്റ് അവിടെ, പിന്നെ വേറെ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്തേണ്ട പോയിന്റ് കൊടുക്കുമ്പോൾ ഒരു അടുത്തുള്ള നിയർ ബൈ ഡ്രൈവറായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ അടുത്തുള്ള ഡ്രൈവർമാർക്ക് ഒരു അൽഗോരിതം വെച്ചിട്ട് ലീഗലായിട്ടുള്ള ബേസ് ഫെയർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 30 രൂപയാന്ന് നോക്കി ഒരു ഇത്ര കിലോമീറ്ററിന്, അതിന് ശേഷം 1 കിലോമീറ്ററിന് 10-16 രൂപ വെച്ചിട്ട് കൂട്ടാന്ന് നോക്കി. അങ്ങനത്തെ ഒരു അൽഗോരിതം ഇത് കാൽക്കുലേറ്റ് ചെയ്യണത്. ഈ കാൽക്കുലേഷൻ നടത്തിയിട്ട് ആൾക്ക് കൊടുക്കണം. ആൾക്ക് കൊടുത്തതിന് ശേഷം അയാൾ ഇത് കാണും. ബേസിക്കലി ആൾ കാണുമ്പോൾ അയാൾക്ക് അക്സെപ്റ്റ് ചെയ്യാം, ഡിക്ലൈൻ ചെയ്യാം, അത് ഒരു ഓപ്ഷൻ. പിന്നെ ആൾക്ക് മാറ്റങ്ങൾ വരുത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് 2 രൂപ കൂട്ടാം, അല്ലെങ്കിൽ 10% കൂട്ടാം, 20% കൂട്ടാം, അല്ലെങ്കിൽ 10% കുറയ്ക്കുക. അതൊക്കെ ആളിഷ്ടം ബേസിക്കലി. എന്നിട്ട് അയാൾ ഇത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പലവരും എടുത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരൊക്കെ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഒരു ഇത് കിട്ടും. ബേസിക്കലി പാനലിൽ നമുക്ക് മാർക്കറ്റിൽ നിലനിൽക്കുന്ന, നമ്മളെടുത്ത് മാർക്കറ്റിൽ മീൻസ് ആൾക്കാരൊക്കെ ഡ്രൈവർമാർ തീരുമാനിച്ച വെച്ച വാല്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്ന പ്രൈസ് എത്രയാണ്, മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്ന് പറയുന്നത്, ഈ ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് എത്തിക്കാൻ. മനസ്സിലായി എന്നെ അതെനിക്ക് കാണാൻ പറ്റും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചീപ്പസ്റ്റ് തൊട്ടിട്ട് ഏറ്റവും വില കൂടിയതും ഒക്കെ കാണാൻ പറ്റും. മനസ്സിലായോ? പല ഓപ്ഷൻസും കാണാൻ പറ്റും. ബേസിക്കലി ചീപ്പസ്റ്റ് തൊട്ടിട്ട് പ്രൈസ് റേഞ്ചുകൾ വ്യത്യാസങ്ങളുണ്ടാവും. മനസ്സിലായി? അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരാളെ എനിക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. എന്നിട്ട് അയാൾ വരും, നമ്മൾ എഗ്രീഡാണ് കാര്യങ്ങൾ. അപ്പോൾ കൺവീനിയൻസും കിട്ടാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് UPI ക്യാഷ് ഉപയോഗിക്കാം, ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാം. ബേസിക്കലി എല്ലാവരും തീരുമാനിച്ച് വെച്ചതാണ് ബേസിക്കലി. മനസ്സിലായോ? പിന്നെ ഇതിൽ എസ്ക്രോ സിസ്റ്റം വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ എഗ്രീഡ് പ്രൈസിൽ നമ്മൾ നേരത്തെ തന്നെ കാശ് ചിലവാക്കിയിട്ട് കാശ് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ കയറി പോകാം. എസ്ക്രോ സിസ്റ്റംസ് ആവശ്യം വരാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാശ് ഒരു സിസ്റ്റത്തിൽ എടുത്ത് വെച്ചിട്ട് അത് ഒരു വാലറ്റില്ല അതിലെടുത്ത് വെച്ചിട്ട് അത് റീറൂട്ട് ചെയ്യുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഗ്രി ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ ഒരു വിശ്വാസം കൂടി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ബേസിക്കലി. മനസ്സിലായി? പക്ഷെ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഊബർ ഒരു കണക്ട് ചെയ്യും ഈ പുതിയ മോഡലിൽ. എന്നിട്ട് നമ്മളവിടെ എത്തുമ്പോൾ നമ്മൾ അയാൾ കൂടി നെഗോഷിയേറ്റ് ചെയ്യണം. അത് കുറച്ച് പശക്കായിരിക്കും. മനസ്സിലായോ? വെച്ചിട്ടുണ്ടെങ്കിൽ ലീഗൽ ബൗണ്ട്സ് ഞാൻ ചെയ്യാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആങ്കർ ഉണ്ടാവും. ആങ്കറിങ് പ്രൈസിന് ഇത്ര അല്ലെങ്കിൽ ഇത്ര കുറവ് എന്ന് പറഞ്ഞിട്ട് തീരുമാനിക്കാം. പിന്നെ കുറച്ച് ചോയ്സുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല ചോയ്സ് കൺസ്യൂമറിന് കിട്ടും. മനസ്സിലായി? അപ്പോൾ അതിൽ നിന്ന് കൺസ്യൂമർ ചൂസ് ചെയ്തോളും. അപ്പോൾ നമ്മൾ ചോദിക്കാം ഇത്രയും പ്രൈസ് ഉണ്ട്, അപ്പോൾ കുറച്ച് ഡ്രൈവറിനെ കിട്ടുള്ളൂ. അങ്ങനെ ഇല്ല, നമ്മൾ എടുക്കുന്നത് ചിലപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും അറ്റ് ദ കറണ്ട് ടൈം. നമ്മൾ ഒരു പോയിന്റ് വേറെ പോയിന്റിലേക്ക് നീങ്ങാന്ന് തീരുമാനിക്കാന്ന് വെക്കും ബേസിക്കലി. ആ സമയത്ത് തന്നെ നമുക്ക് കിട്ടുന്ന ഓഫേഴ്സ് എപ്പോഴും ആ ടൈമിലുള്ള മികച്ച ഓഫറായിരിക്കും. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് അപ്പം ആ ടൈമിലുള്ള മികച്ച ഓഫറിൽ ഏറ്റവും നല്ലത് നമ്മൾ സെലക്ട് ചെയ്യും, എന്നിട്ട് പോകും. പക്ഷെ വേറെ റൈഡർ നിൽക്കുമ്പോൾ ആ സമയത്ത് വേറെ ആളായിരിക്കും. മനസ്സിലായോ? ഇയാൾ ഓക്യുപ്പൈഡ് ആയിരിക്കും. മനസ്സിലായോ? കണ്ടാവുന്ന ആൾക്കാരുണ്ടല്ലോ അത്, അവരൊക്കെ റൈഡ് ചെയ്യണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. മീൻസ് ഈ റൈഡ് ഹെയിലിംഗ് ആപ്ലിക്കേഷൻസ് കണ്ടമാനം അറ്റ് എ ടൈം ഉപയോഗിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞു തരുന്നത് വോളിയം കൂടുതലല്ലേ, അപ്പം അതൊരു പ്രശ്നമല്ല ബേസിക്കലി. പക്ഷേ ഈ ഫൈനലി നെഗോഷിയേഷനൊക്കെ വന്നിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയാവുന്ന സാധ്യതകൾ കൂടുതലാണ്. മനസ്സിലായി? ആ തർക്കം അവസാനിപ്പിക്കാനാണ് ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്നത്. മനസ്സിലായി? ഇത് എൻ്റെ രീതിയിലുള്ള ഒരു സജഷനാണ്. ഇത്തോളൂ വേറെ കുറേ ഡിസൈൻ വർക്കൊക്കെ ഉണ്ടാവും. മനസ്സിലായി? പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് പരമായി ഇപ്പൊ പുറത്ത് വണ്ടി ഓടാണെങ്കിൽ എന്തായാലും ഒരു ബേസ് ഫെയർ ഉണ്ടാവും. പിന്നെ അതിനനുസരിച്ചിട്ട് ഇന്ന കിലോമീറ്റർ അനുസരിച്ചിട്ട് ഇത്ര രൂപ. മനസ്സിലായി? അതൊരു ആങ്കറിങ് പോയിന്റ് ആയിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നു മാത്രമേ ഉള്ളൂ. മനസ്സിലായി? ഊബറും ഓലയൊക്കെ അവരുടെ സ്വന്തം പ്രൈസ് ആണ് തീരുമാനിക്കുന്നത്, അവരെ നിശ്ചയിക്കുന്നത്. എന്തെങ്കിലും അതാണ് കാണുക. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് കുറച്ചും കൂടി സൊഫിസ്റ്റിക്കേറ്റഡ് ആണ്. അതുപോലെ തന്നെ സൊഫിസ്റ്റിക്കേഷൻ ഇതിലും ചേർക്കാം, അൽഗോരിതം ചേർക്കാം. പിന്നെ ഇവർക്ക് തിരുത്താനുള്ള ഒരു അവകാശം കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാവും ഞാൻ വിശ്വസിക്കും. മനസ്സിലായി? മീൻസ് അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാഫിക് മീൻസ് വെതർ അങ്ങനെയൊക്കെ ഇല്ലേ, അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യും ബേസിക്കലി. പിന്നെ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ആവശ്യമുണ്ട്. പക്ഷേ ഈ ഗവൺമെന്റ് ആപ്ലിക്കേഷൻ നല്ല രീതിയിലുള്ള പ്രൊമോഷൻ ഇവർക്ക് നടത്താണെങ്കിൽ അത് എല്ലായിടത്തും എത്തും. അവരുടെയും ഇത് ഇങ്ങനത്തെ സിമിലർ ആണ്. അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഊബറിൻ്റെ പരിപാടികളിൽ ഈ കുത്തക എന്ന് പറയാൻ പറ്റില്ല, ഊബറിൻ്റെ നിലവിലുള്ള പ്രാക്ടീസുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോശകരമായ പ്രാക്ടീസ്, എല്ലാം മോശകരമാണെന്ന് ഞാൻ പറയുക, മോശകരമായ പ്രാക്ടീസുകൾ ഇതിൽ റെസ്ട്രിക്ട് ചെയ്യാം. അതും ഓലയ്ക്കും ബാധകമാണ് ബേസിക്കലി. അവരുടെ മോശകരമായ പ്രാക്ടീസ് റെസ്ട്രിക്ട് ചെയ്യാം. മീൻസ് ഒളിഗോപോളീസുകളുടെ കാലം അവസാനിപ്പിക്കാം. മനസ്സിലായോ? പിന്നെ ഈ
ഇന്ത്യൻ ഗവൺമെന്റ് ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ONDC എന്ന് പറഞ്ഞ സാധനം നല്ല രീതിയിൽ കത്തി കയറുന്നുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ ONDC ഫോർ റൈഡ് ഹെയിലിംഗ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇ-കോമേഴ്സിനുണ്ട് ബേസിക്കലി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടോകോൾ അതിന്റെ മുകളിൽ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാം. വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമും ഒറ്റ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം ആക്കുന്ന പരിപാടിയുടെ ഇക്കോസിസ്റ്റത്തിൽ കണക്ട് ചെയ്യാം. അപ്പോൾ മോണോപോളിസ്റ്റിക് പ്രാക്ടീസുകൾ വരാനുള്ള സാധ്യതകൾ കുറവാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആമസോണിൽ കാണുന്നത് ഫ്ലിപ്കാർട്ടിൽ ഉണ്ടാവും, ഫ്ലിപ്കാർട്ടിൽ കാണുന്നത് Paytm മോളിൽ ഉണ്ടാവും, പിന്നെ സ്നാപ്ഡീല എല്ലാത്തിലും ഉണ്ടാവും. ബേസിക്കലി ഒരു ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഇ-കോമേഴ്സ് വെബ്സൈറ്റ്. അപ്പോൾ മാൽ പ്രാക്ടീസസ് വരാനുള്ള സാധ്യതകൾ കുറവാണ്. മീൻസ് മോണോപോളിസ്റ്റിക് പ്രാക്ടീസുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ആൾക്കാർക്ക് അങ്ങോട്ട് പോകാം, അവിടെ അവരുടെ സാധനം വിൽക്കാം. മനസ്സിലായോ? ഒരു സ്ഥലത്ത് വൃത്തിയായിട്ട രീതിയിൽ അവർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് പ്ലാറ്റ്ഫോമിന് യാതൊരു കൺട്രോൾ ഇല്ല. അതിന് പല ഇക്കോസിസ്റ്റത്തിലേക്കാണ് കൺട്രോൾ പോകുന്നത്. എല്ലാവരും ഇന്റർ കണക്റ്റഡ് ആണ് ബേസിക്കലി. UPI ഫോർ ഇ-കോമേഴ്സ് ആണത്. പിന്നെ പുതിയ പുതിയ ആപ്ലിക്കേഷൻസിന് ഈ പ്രോട്ടോകോളിന്റെ മുകളിൽ പണിയാം, എന്നിട്ട് അവർക്ക് കമ്മീഷൻ വയ്ക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ മാർക്കറ്റ് പ്ലേസുകളും ഇക്വാലിറ്റി ആണ് ബേസിക്കലി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇന്റർ കണക്റ്റഡ് ആണ്. ആകെ ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ആപ്ലിക്കേഷൻ വെച്ചിട്ട് അതിന്റെ മുകളിൽ ചെറിയ കമ്മീഷനൊക്കെ വയ്ക്കാൻ, സബ്സ്ക്രിപ്ഷൻ മോഡൽ വയ്ക്കുക, അങ്ങനെ ഡിസൈൻ ഒരു മോഡൽ വയ്ക്കുക. അപ്പോൾ അവർക്ക് അതിനനുസരിച്ച് കാശും കിട്ടുകയും ചെയ്യും ബേസിക്കലി. അതനുസരിച്ചിട്ട് റൈഡേഴ്സിന് നല്ല രീതിയിലുള്ള ബെസ്റ്റ് പ്രൈസും കിട്ടും, ബെസ്റ്റ് ഓഫറും കിട്ടും. അതിനനുസരിച്ച് ഈ ഡ്രൈവറിനും അതിനനുസരിച്ച് നല്ല കാശും കിട്ടും. മനസ്സിലായോ? അതുപോലെ ഇ-കോമേഴ്സ് കാര്യത്തിൽ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വിൽക്കുന്ന ആൾക്കും സെല്ലറിനും കിട്ടും, ബയറിനും നല്ല ഓഫർ കിട്ടും. മനസ്സിലായോ? മീൻസ് മോശം പ്രാക്ടീസുകൾ ഉണ്ടാവില്ല അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല കാര്യമാണ്. ഞാൻ ഭാവിയിൽ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ONDC ഫോർ ഇ-കോമേഴ്സ്, പിന്നെ നാമയാത്രി പോലത്തെ ആപ്ലിക്കേഷൻ, പിന്നെ ഈ ONDC ഫോർ റൈഡ് ഹെയിലിംഗ് ഉണ്ടെങ്കിൽ നല്ലത്, അങ്ങനത്തെ എക്സ്പെരിമെന്റേഷൻ ഉണ്ടെങ്കിൽ നല്ലത്. പിന്നെ UPI ഉണ്ട്. പിന്നെ ലോജിസ്റ്റിക്സ് ആണ് വേറെ ഇമ്പോർട്ടൻ്റ് ഘടകം. ഇത് മൂന്നാലും കൂടിയിട്ടുണ്ടെങ്കിൽ UPI, ONDC ഫോർ ഇ-കോമേഴ്സ്, പിന്നെ റൈഡ് ഹെയിലിംഗ്, പിന്നെ ലോജിസ്റ്റിക്സ്, ഈ 4 പേരും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാവും ബേസിക്കലി. ഇന്ത്യ നല്ല സ്പീഡിൽ കത്തി കയറും. ഒരു 2026-27 ആകുമ്പോഴേക്കും കത്താനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഒരു സാച്ചുറേഷനിൽ എത്തുമ്പോൾ, സാച്ചുറേഷനിൽ ഒരു ഇതൊക്കെ പെനിട്രേറ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ്. UPI 2017 കണ്ടല്ലോ, 2016-17 സമയത്തിലുണ്ടായ 2-3 വർഷത്തിനുള്ളിൽ അത് എല്ലായിടത്തും എത്തി ബേസിക്കലി UPI. അത് വലിയ കാര്യമാണ്. അതുപോലെ ഇതൊക്കെ എത്തും ഇപ്പോഴത്ത്. മനസ്സിലായ? പിന്നെ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോം ഉണ്ടാവില്ല, അതിന് മുന്നിൽ പ്രോട്ടോകോൾ ലെയർ വെച്ചിട്ട് കണക്റ്റഡ് ആവും എല്ലാ പ്ലാറ്റ്ഫോമുകളും. അപ്പോൾ അതിൻ്റെ കാര്യം സോൾവ് ആവും. പിന്നെ ഈ നാമയാത്രി പോലത്തെ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ അത് മെയ്ഡ് ആപ്ലിക്കേഷൻസ് അത് ജസ്റ്റ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഉബർ നമ്മൾ പുറത്താക്കണ്ട, അവർക്ക് ഇവിടെ നിന്ന് നിൽക്കാം, കുഴപ്പമില്ല, അത് നിന്നോട്ടെ. നമ്മൾ ഇൻക്ലൂസീവ് ആണ്. പക്ഷെ നമ്മൾ ഈ പ്രോട്ടോകോൾ ലെയറിൻ്റെ മുകളിൽ ഡെവലപ്പ് ചെയ്യാൻ പറയും. സജഷനാണ്, അവർക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ബാക്കിയുള്ളവർ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ മോണോപോളിസ്റ്റിക് പ്രാക്ടീസുകൾ കുറയും ബേസിക്കലി. മനസ്സിലായോ? പുതിയ പാർട്ടീസും വരും. മനസ്സിലായോ? ഈ പ്രോട്ടോകോളിന് മുകളിൽ ഡെവലപ്പ് ചെയ്തിട്ട്. അപ്പോൾ അവിടെ ഡ്രൈവർമാർക്കും ജസ്റ്റിസ് ഫീൽ ചെയ്യും, റൈഡറിനും ജസ്റ്റിസ് ഫീൽ ചെയ്യും. അപ്പം എക്സ്പീരിയൻസ് ചെയ്യും. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, ഈ വക പ്രോട്ടോകോളിന് അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഇപ്പോൾ UPI എടുത്ത് നോക്കുകയാണെങ്കിൽ UPI അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ UPI നിങ്ങൾ ആലോചിച്ച് നോക്കുക. UPI ബേസിക്കലി ബ്ലാക്ക് മണി കൺവേർട്ട് ചെയ്യാനുള്ള പരിപാടികളാണ് ബേസിക്കലി, വൈറ്റ് മണി ആക്കാൻ. വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി ക്യാഷിനെ നമ്മളുടെ ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് UPI. സാധാരണ ജനതയൊക്കെ UPI വെച്ച് ചെയ്യുമ്പോൾ മീൻസ് സാധാരണ സ്മോൾ ടു മീഡിയം റീറ്റെയിലേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ മീഡിയം സൈസ് റീറ്റെയിലേഴ്സ് ഒക്കെ UPI വെച്ച് ചെയ്യുമ്പോൾ, മീഡിയം സൈസ് നോക്കിയിട്ട് ചെറുകിട ആൾക്കാരൊക്കെ UPI വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും അവരുടെ കാശില്ലാന്ന്. പക്ഷേ അവർ വലിയ റവന്യൂ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. 40 ലക്ഷം 50 ലക്ഷം ഒക്കെ കാണപ്പെടുന്നു പറയണത്. അപ്പോൾ എത്രയും കാശ് ഉണ്ടെന്ന് അവർ അറിയുമ്പോൾ, മീൻസ് ഗവൺമെന്റ് അറിയുമ്പോൾ അവർ GST അടയ്ക്കാനൊക്കെ പറയും. അപ്പോൾ ഇവർക്ക് തലവേനയായിരിക്കും. ഇവരുടെ പ്രോഫിറ്റ് മാർജിനൊക്കെ ചെറുതായിരിക്കും ബേസിക്കലി. പക്ഷേ അവർക്ക് വലിയ റവന്യൂ സെയിൽസ് കാണുന്ന കാരണം കൊണ്ട് അതിൻ്റെ മുകളിൽ സെയിൽസ് ടാക്സ് അടയ്ക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തലവേനയായിരിക്കും. അങ്ങനെ UPI മാറിയിട്ട് വേറെ സ്ഥലത്തേക്ക് മാറും ബേസിക്കലി. UPI നല്ലൊരു ഇൻഫ്ലോ ആണ് ക്യാഷിൻ്റെ. കാരണം വെച്ചാൽ ചെറിയൊരു പെർസെൻറ്റേജ് UPIക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഗവൺമെന്റിന് സുഖമാണ്. ബേസിക്കലി ഗവൺമെന്റ് കൊടുക്കില്ല എന്നാണ് പറയുന്നത് ബേസിക്കലി. മനസ്സിലായി? പിന്നെ ഗവൺമെന്റിന്റെ പല കാര്യങ്ങളും ഇങ്ങനത്തെ കുറേ ഇനീഷ്യേറ്റീവ്സ് അതൊക്കെ നല്ല രസകരമായ ഇനീഷ്യേറ്റീവ്സ് ആണ് ബേസിക്കലി. എല്ലായിടത്തും എത്തും ചെയ്യും. മീൻസ് ഡെമോക്രട്ടൈസ് ചെയ്യണം ബേസിക്കലി ടെക്നോളജി. മനസ്സിലായി? ടെക്നോളജി ഡെമോക്രട്ടൈസ് ചെയ്യാന്ന് വെച്ചാൽ എല്ലാവർക്കും ഗുണകരമായ രീതിയിലുള്ള ഇംപ്ലിമെന്റേഷൻസ് ആണ് അവർ ചെയ്യുന്നത്. അതിൽ എനിക്ക് റെസ്പെക്ട് ഉണ്ട് ഗവൺമെന്റിനോട് ബേസിക്കലി. പക്ഷെ ഞാൻ പറഞ്ഞ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. ഇപ്പോഴും ഊബർ ഡ്രൈവറുടെ കാര്യം, ഈ റൈഡ് ഹെയിലിംഗ് ആപ്ലിക്കേഷൻസ് അത് വെച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാർ ബേസിക്കലി സാലറി ചെയ്യണം. സാലറി അല്ല, കാശ് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ കാര്യം അതോതിയാണ്. കുറേ പേരുടെ കാര്യത്തില്ല, എല്ലാവരുടെ കാര്യം എനിക്കറിയില്ല ബേസിക്കലി. ഞാൻ കുറേ പക്ഷെ എന്നാലും കാശ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ലക്ഷം ഉണ്ടാക്കുന്ന ആൾക്കാരും 60,000 രൂപ മിനിമം ഉണ്ടാക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടേക്കണത്.
അപ്പോൾ അവർക്ക് കുഴപ്പമില്ല, ഇൻസെൻറ്റീവ് ഒക്കെ ആയിട്ട്. ബേസിക്കലി ഇൻസെൻറ്റീവ് കീപ്പ് ചെയ്യാനൊന്നും പറ്റില്ല, ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കാര്യത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും പ്രശ്നത്തിലാണ്. അത് ഇങ്ങനത്തെ കുറേ അപ്ലിക്കേഷൻസ് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. മീൻസ് ഒരു ലെവലിലേക്ക് എത്തിക്കാനുള്ള രീതി ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പലയിടത്തും എത്തും, പലരും ഉപയോഗിക്കുകയും ചെയ്യും. മനസ്സിലായോ? പലരും ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഊബറിന്റെ ഡോമിനൻസും കുറയും, ഓലയുടെ ഡോമിനൻസും കുറയും. പിന്നെ അവിടെ തീർന്നു. എല്ലാവരും ഈ പ്രോട്ടോകോൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓപ്പൺ സോഴ്സ് പ്രോട്ടോകോൾസ്, ഡീസെൻട്രലൈസ് പ്രോട്ടോകോൾസ് ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവരുടെ ഡോമിനൻസും കുറഞ്ഞു. ബേസിക്കലി മനസ്സിലായോ? എല്ലാവരും ഈക്വലന്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, സിംഗിൾ പ്ലാറ്റ്ഫോമിൽ ഓടണ വണ്ടികളാവും ബേസിക്കലി. മനസ്സിലായോ? അപ്പോൾ കുഴപ്പമില്ല, എല്ലാവരും കാശുണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം എല്ലാവർക്കും ഗുണമുണ്ട്. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്കിഷ്ടം ബേസിക്കലി. അപ്പോൾ ഞാൻ ഈ വീഡിയോ അതിലേക്ക് എത്ര പറയാനുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് അടിക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കേട്ടോ, അല്ലെങ്കിൽ വേണ്ട. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. നമസ്കാരം.